രസിക്കാൻ ഒരു അവിയൽ റെഡിയാക്കിയാലോ? അതിനായിട്ട് അവിയൽ കഷ്ണങ്ങൾ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒരല്പം വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ അവിയൽ കഷ്ണങ്ങൾ ഒരു 3/4 വേവാകുമ്പോൾ അതിലേക്ക് തേങ്ങയും ഒരു 4-5 അല്ലി വെളുത്തുള്ളി, ഒരല്പം നല്ല ജീരകവും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്ക് ഒന്ന് ചതച്ചെടുക്കാം. നമ്മുടെ അവിയൽ കഷ്ണങ്ങളൊക്കെ ഒരു 3/4 വേവായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചതച്ചെടുത്ത കൂട്ടുകൂടി ചേർത്ത് കൊടുക്കാം. അരപ്പിങ്ങനെ നടുക്കാക്കി കഷ്ണങ്ങളൊക്കെ കൊണ്ടൊന്ന് മൂടി വെച്ച് അല്പം കൂടി ഒന്ന് വേവിച്ചെടുക്കാം. നമ്മളുടെ അവിയലിൻ്റെ അരപ്പൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ തൈരൊന്നും ഒഴിക്കുന്നില്ല. ചില സ്ഥലങ്ങളിലോട്ട് തൈരൊക്കെ ഒഴിച്ച് അവിയൽ റെഡിയാക്കാറുണ്ട്. നമ്മൾ തൈരൊന്നും ഒഴിക്കുന്നില്ല. ഒരു ഇച്ചിരി അരപ്പ് കൂടി ഒരു പൊതയൻ പോലത്തെ രീതിയിലുള്ള ഒരു അവിയലാണിത്. അരപ്പൊക്കെ ഇട്ട് നമ്മളൊന്നും കൂടെ നല്ലപോലെ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. ഒരു തണ്ട് കറിവേപ്പില ചെറുതായിട്ട് നിരവിയതും കൂടെ ചേർത്ത് ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് മൂടി വെക്കാം. നമ്മളുടെ സ്വാദിഷ്ടമായ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെളിച്ചെണ്ണ എല്ലായിടത്തും ഒന്ന് എത്താൻ പാകത്തിന് ഒന്നുകൂടി ഒന്ന് ഇളക്കി നമുക്ക് വിളമ്പാം.